ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ജൂൺ 2024 മാനേജ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 30 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ സെഷൻസിൽ ഡിസ്കസ് ചെയ്തു. സോ അതിന്റെ ബാക്കിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിസ്കഷൻസ് കൊണ്ടുപോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ മെറിറ്റ് ഓഫ് IRR മെത്തേഡ് ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ്. IRR മെത്തേഡിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഇതിൽ പെടുന്നതാണ്. സോ നിങ്ങൾക്ക് അറിയാം, ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ABE കൊടുത്തിട്ടുണ്ട്, ABCD, ABC, CDE. ഓക്കെ, എന്താണ് IRR മെത്തേഡ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഇറ്റ്സ് എ മോഡേൺ ടെക്നിക് ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ് ആണ്, മോഡേൺ ടെക്നിക് ആണ്. അതുപോലെ തന്നെ എൻ പി വി സീറോ ആകുന്ന പോയിന്റ് ആണ് എന്ത് IRR എന്ന് പറയുന്നത്. NPV സീറോ ആവുന്ന പോയിന്റ് ആണ്. അവിടെ എന്തായിരിക്കും, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ ഫിസിക്കൽ ടു ഡിസ്കൗണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ ഈക്വൽസ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഇതാണ് IRR മെത്തേഡിന്റെ അല്ലെങ്കിൽ IRR എന്ന് പറഞ്ഞ മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. ഇനി IRR മെത്തേഡ് റെക്കഗ്നൈസ്ഡ് ടൈം വാല്യൂ ഓഫ് മണി. ഇത് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ടൈം വാല്യൂ ഓഫ് മണി എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി അക്സെപ്റ്റൻസ് റൂൾ വരുന്നത് R greater than K ആണ്. അതായത് നമുക്ക് റിട്ടേൺ എന്തിനേക്കാൾ കൂടുതലായിരിക്കണം, പോർഷനേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ആ പ്രൊജക്ട് സെലക്ട് ചെയ്യത്തുള്ളൂ. സോ ഈ അക്സെപ്റ്റഡ് റൂൾസ് എന്താണ്, നമ്മൾ IRRന്റെ കേസിൽ കറക്റ്റ് ആണ്. ഇറ്റ് കൺസിഡർ ഓൾ ക്യാഷ് ഫ്ലോസ് ഒക്വറിംഗ് ഓവർ എൻറ്റയർ ലൈഫ് ഓഫ് ദ പ്രൊജക്ട് ടു കാൽക്കുലേറ്റ് ഇസ് റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊജക്ടിന് എല്ലാ പ്രാവശ്യം വരുന്ന അല്ലെങ്കിൽ വിവിധ സമയങ്ങളിൽ വരുന്ന എല്ലാ ക്യാഷ് ഫ്ലോസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ IRR മെത്തേഡ് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് അതിന്റെ മെറിറ്റ്സിൽ പറയുന്നത്. സോ അതും എന്താണ്, നമ്മുടെ IRR മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ഡി ഓപ്ഷൻ നോക്കി, IRR മെത്തേഡ് ഇസ് ഗുഡ് ചോയ്സ് ഫോർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്ട്. IRR മെത്തേഡ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള, അതായത് ഡിഫറെന്റ് ക്യാഷ് ഫ്ലോസ് ഉള്ള പ്രൊജക്ടിന് നമുക്ക് എന്തല്ല, നമുക്ക് നമുക്ക് അനുകൂലമല്ല എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത് എന്താണ്, മെറിറ്റ് അല്ല. ഇത് ഏത് മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്, NPV എന്ന് പറയുന്ന ഒരു മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ഈ മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്ടിന്റെ കാര്യം വരുന്നത്. ഇനി വാല്യൂ അഡിക്വിറ്റി പ്രിൻസിപ്പിൾ ഇംപ്ലൈസ് ഇൻ IRR മെത്തേഡ്, അതും എന്തല്ല, അതും NPV എന്ന് പറയുന്ന അനാലിസിസിന്റെ NPV മെത്തേഡിന്റെ ഫ്യൂച്ചർ ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. സോ ഇവിടെ ABC ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ABC എന്ന് പറയുന്നത് നമ്മൾ ഓപ്ഷൻ 3 ആണ്. ABC എന്ന് പറയുന്ന ആൻസർ എന്ന് മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ അല്ലേ ഈ ക്വസ്റ്റ്യനിൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് മോഡേൺ ക്യാപിറ്റൽ ബജറ്റിംഗിന്റെ ഒരു ടെക്നിക്കാണ് IRR മെത്തേഡ്. IRR മെത്തേഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് NPV സീറോ ആകുന്ന ഒരു പോയിന്റ് ആണ്. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ ഈക്വൽ ടു ഡിസ്കൗണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോ ആയിരിക്കും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സോ ഇനി നോക്കിയേ, ഇനി അടുത്തത് അറേഞ്ച് സ്റ്റേജസ് ഓഫ് ഇവല്യൂഷൻ ഓഫ് ബെഞ്ച് മാർക്കിംഗ് ഫ്രം ഫസ്റ്റ് ജനറേഷൻ ടു ഫിഫ്ത്ത് ജനറേഷൻ ഇൻ പ്രോപ്പർ ഓർഡർ. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോപ്പർ ഓർഡറിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ബെഞ്ച് മാർക്കിംഗ് എന്ത് ചെയ്യുക, ഒന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതൊന്ന് ക്ലിയർ ആയിട്ട് തരം തിരിച്ച് എഴുതണം എന്നുള്ള രീതിയിലാണ്, കറക്റ്റ് ഓർഡറിൽ എഴുതണം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. സോ നമ്മൾ എന്താണ് ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ പെർഫോമൻസ് നമ്മൾ മറ്റുള്ള ഓർഗനൈസേഷന്റെ സിമിലർ കോമ്പറ്റീറ്റേഴ്സിന്റെ ഒക്കെ പെർഫോമൻസ് വെച്ച് എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നൊരു നമ്മളുടെ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് എന്ത് വരുന്നത്, ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നതിൽ വരുന്നത് അല്ലെ, ബെഞ്ച് മാർക്കിംഗിൽ വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് വരുന്നത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് തന്നെയാണ്. ഫസ്റ്റ് നമ്മളുടെ വരുന്നത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് തന്നെയാണ്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. എന്ത് അവരുടെ പെർഫോമൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, പ്രൊഡക്ട്സ് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. ഇനി സെക്കൻഡ് വരുന്നത് ഏതാണ്, കോമ്പറ്റേറ്റീവ് ബെഞ്ച് മാർക്കിംഗ് ആണ്. രണ്ടാമതായിട്ട് വരുന്നത്, സെക്കൻഡ് ജനറേഷൻ വരുന്നത്. ഇത് ഫസ്റ്റ് ജനറേഷൻ ആണ്. സെക്കൻഡ് ജനറേഷൻ കോമ്പറ്റേറ്റീവ് ബെഞ്ച് മാർക്കിംഗ് ആണ്. എന്താണ് കോമ്പറ്റേറ്റീവ് ബെഞ്ച് മാർക്കിംഗ് വരുന്നത്, എ കമ്പനി അനലൈസ് ദ പെർഫോമൻസ് അല്ലെങ്കിൽ കമ്പയർ ദ കമ്പനീസ് പ്രൊഡക്റ്റ് ഓർ സർവീസസ് ആൻഡ് പ്രോസസ് ഡയറക്ട്ലി വിത്ത് ദ കോമ്പറ്റീറ്റേഴ്സ്. അവരെന്ത് ചെയ്യുന്നുണ്ട്, അവര് ഇതിൽ ജസ്റ്റ് പ്രൊഡക്ട്സ് അനലൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇത് ഡയറക്ട്ലി കമ്പയർ ദ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് വിത്ത് കോമ്പറ്റീറ്റേഴ്സ് ആണ്. പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് വിത്ത് കോമ്പറ്റീറ്റേഴ്സ്. ഓക്കെ, ഇതാണ് കോമ്പറ്റീറ്റീവ് ബെഞ്ച് മാർക്കിംഗ്, അതായത് സെക്കൻഡ് ജനറേഷനിൽ വരുന്നത്. ഇനി തേർഡ് ജനറേഷൻ എന്ന് പറയുന്നത് ഏതാണ്, പ്രോസസ് ബെഞ്ച് മാർക്കിംഗ് ആണ്. തേർഡ് ജനറേഷൻ എന്ന് പറയുന്നത് പ്രോസസ് ബെഞ്ച് മാർക്കിംഗ്. സോ പ്രോസസ് ബെഞ്ച് മാർക്കിൽ വരുന്ന കാര്യം എന്താണ്, അവരുടെ മൂന്നാമത്തെ ജനറേഷൻ വരുന്നത് പ്രോസസ് ബെഞ്ച് മാർക്കിംഗ് ആണ്. തേർഡ് ജനറേഷൻ അവരുടെ പ്രോസസ് ആൻഡ് ഫങ്ഷൻസ്, അതായത് വലിയ വലിയ കമ്പനീസ് ഫോളോ ചെയ്യുന്ന
കോമ്പറ്റീറ്റേഴ്സ് ഫോളോ ചെയ്യുന്ന കമ്പയർ സ്പെസിഫിക് പ്രോസസ് ഓർ ഫങ്ഷൻസ്, ഈ പ്രൊഡക്ട്സോ കമ്പയറിംഗ് സ്പെസിഫിക് പ്രോസസ് ഓർ ഫങ്ഷൻസ്. അതായത് നമ്മൾ ഈ പ്രൊഡക്ട്സോ സർവീസസിനെ കമ്പയർ ചെയ്യുന്നതിന് പകരം അവരുടെ ഒരു പെർട്ടിക്കുലർ സർവീസ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു, നമ്മൾ അനലൈസ് ചെയ്യുന്നു. എന്നിട്ട് അത് എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, നമ്മളുടെ ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നല്ല കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നു. നാലാമതായിട്ട് വരുന്നത് ഫോർത്ത് ജനറേഷനിൽ വരുന്നത് ഏതാണ്? സ്ട്രാറ്റജിക് ബെഞ്ച് മാർക്കിംഗ് ആണ്. സ്ട്രാറ്റജിക് ബെഞ്ച് മാർക്കിംഗിൽ വരുന്നത് എന്താണ്? നമ്മൾ അനലൈസിങ് ഹൗ ടോപ്പ് പെർഫോമിംഗ് ഓർഗനൈസേഷൻസ് ഇൻ എനി ഇൻഡസ്ട്രി അച്ചീവ് ദെയർ സക്സസ്. എങ്ങനെയാണ് നമ്മളുടെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത്, അവരുടെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യുന്നത് മനസ്സിലാക്കിയിരിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അഡാപ്റ്റിംഗ് ദോസ് സ്ട്രാറ്റജീസ് ടു വൺസ് ഓൺ ബിസിനസ്. അഡാപ്റ്റിംഗ് സ്ട്രാറ്റജീസ് ടു ബിസിനസ് ആണ്. അഡാപ്റ്റിംഗ് ഗുഡ് സ്ട്രാറ്റജീസ് ടു ബിസിനസ് ആണ് ഇവിടെ വരുന്നത്, സ്ട്രാറ്റജിക് ബെഞ്ച് മാർക്കിംഗിൽ വരുന്നത്. ടു ഓൺ ബിസിനസ് അതാണ് എന്ത് വരുന്നത്, സ്ട്രാറ്റജിക് ബെഞ്ച് മാർക്കിംഗിൽ വരുന്നത്. ലാസ്റ്റ് വൺ നിങ്ങൾക്ക് അറിയാം, ഗ്ലോബൽ ബെഞ്ച് മാർക്കിൽ എന്തായിരിക്കും വരുന്നത്? സ്വാഭാവികമായിട്ടും അവരെന്താ ചെയ്യുന്നത്, നമ്മളുടെ ഗ്ലോബലി, അതായത് നാഷണലി വിട്ട് ഗ്ലോബലിലേക്ക് പോകും. അതായത് എല്ലാ കോമ്പറ്റീറ്റേഴ്സിന്റെയും വേൾഡ് വൈഡ് ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സിനെ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പയർ ചെയ്യുന്നുണ്ട്. നമ്മളെ പെർഫോമൻസ് കമ്പയർ അവർ പെർഫോമൻസ് വിത്ത് ഗ്ലോബൽ കോമ്പറ്റീറ്റേഴ്സ് അല്ലെ. ഗ്ലോബൽ കോമ്പറ്റീറ്റേഴ്സ് ആണ് ഇവിടെ വരുന്നത്, നമ്മളുടെ ഗ്ലോബൽ ബെഞ്ച് മാർക്കിങ്ങിൽ വരുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പോ ഫസ്റ്റ് നമ്മൾ എല്ലാ ജനറേഷനിലും എന്താ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിന്റെ ഓർഡർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കറക്റ്റ് ആയിട്ട് കണ്ടെത്താനായിട്ട് പറ്റും. എങ്ങനെയാണ് അതിന്റെ ഓർഡർ വരുന്നത്? എ ഇ സി ബി ഡി ആണ് അല്ലെ. എ ഇ സി ബി ഡി ആണ് നമ്മളുടെ എന്ത് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം, ഓപ്ഷൻ AECBD അല്ലെ. AECBD, അതായത് ഓപ്ഷൻ 2 ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ 2 ആണ്. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ അടുത്ത നമുക്ക് നോക്കാം. അടുത്ത നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് PERT ആൻഡ് CPM ടെക്നിക്? PERT ആൻഡ് CPM എന്ന് പറഞ്ഞാൽ എന്താണ്? PERT എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്. CPM എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. നമ്മൾ എന്താണ്, അത് പ്ലാനിങ് ആൻഡ് കൺട്രോളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രണ്ട് ടെക്നിക്സ് ആണ് PERT ആൻഡ് CPM എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ ഇത് നോക്കാം. അതായത് എന്താണ് അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ളത് നോക്കാം. അപ്പോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ബോത്ത് ടെക്നിക്സ് ആർ യൂസ് സിമിലർ ടെക്നോളജി ആൻഡ് സെയിം പർപ്പസ്. രണ്ടും ഏകദേശം പാർഷ്യലി നമുക്ക് പറയാൻ പറ്റും സെയിം ടെക്നോളജിയും സെയിം പർപ്പസിന് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. പ്ലാനിങ് ആൻഡ് കൺട്രോളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ബി ഓപ്ഷൻ നോക്കിയേ. ബോത്ത് ദ ടെക്നിക്സ് വെയർ ഡെവലപ്ഡ് ഡിപെൻഡന്റ്ലി ഓഫ് ഈച്ച് അതർ ഡ്യൂറിംഗ് 2005 പറയുന്നത്. പക്ഷെ 2005 ഡെവലപ്പ് ചെയ്തത് ഏർലി 1950s. എന്ത് ചെയ്തത്? ഈ രണ്ട് മെത്തേഡ്സും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബി ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ല. PERT was developed and used in conjunction with planning and designing of the Polaris submarine system. റൈറ്റ് ആണ്. അതുപോലെ തന്നെ CPM was developed DuPont company. റൈറ്റ് ആൻസർ ആണ്. The use of PERT and CPM technique is made both planning and controlling of a project. നമ്മൾ പറഞ്ഞു അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആണ്. ACDE ആണ് നമ്മൾ ആൻസർ ആയിട്ട് വരുന്നത്. ACDE ആണ്. നമുക്ക് നോക്കാം ഓപ്ഷൻ ഏതാണ്. ACDE, അതായത് ഓപ്ഷൻ 4 ആണ് ഇത് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ PERT ആൻഡ് CPM എന്ന് പറയുന്നത് ഒരു പ്ലാനിങ് ആൻഡ് കൺട്രോളിംഗ് എന്ന പ്രോസസ് എസെൻഷ്യൽ ആയിട്ടുള്ള ഫാക്ടർ ആണ്, എസെൻഷ്യൽ ആയിട്ടുള്ള സ്റ്റഡീസ് ആണ്. അതെന്ത് ചെയ്യാം, നമ്മളൊന്ന് കറക്റ്റ് ആയിട്ട് നോക്കിക്കോളാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് ഫ്രീ ട്രേഡ്? ഫ്രീ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് രാജ്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ ഒരു ബാരിയേഴ്സ് ഒന്നും ഇല്ലാതെ, ട്രേഡ് നടക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഫ്രീ ട്രേഡ് എന്ന് പറയുന്നത്. സോ ഇനി ഇവിടെ വരുന്ന നോക്കിയേ. ഫ്രീ ട്രേഡ് അട്രാക്ട്സ് ഫോറിൻ ക്യാപിറ്റൽ. കറക്റ്റ് അബൌട്ട് ഫ്രീ ട്രേഡ് ആണ് പറഞ്ഞേക്കുന്നത്. സോ ഫസ്റ്റ് വൺ, ഫ്രീ ട്രേഡ് അട്രാക്ട് ഫോറിൻ ക്യാപിറ്റൽ, കറക്റ്റ് ആണ്. ഫ്രീ ട്രേഡ് റിമൂവ്സ് ചാൻസസ് ഓഫ് മൊണോപോളിസ്റ്റിക് ടെൻഡൻസീസ്. അതായത് മൊണോപോളിസ്റ്റിക് ആയിട്ടുള്ള ആക്ഷൻസ് ഒന്നും ഉണ്ടാവത്തില്ല. കാരണം പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല രാജ്യങ്ങൾ തമ്മിൽ ഫ്ലോ ചെയ്യുന്നുണ്ട്. അവിടെ എന്ത് വരത്തില്ല, അപ്പോ അവിടെ മൊണോപ്പൊളി എന്ന് പറയുന്ന ആസ്പെക്ട് വരത്തില്ല. ഇനി നോക്കിയേ. ഫ്രീ ട്രേഡ് പ്രൊവൈഡ്സ് മാക്സിമം പ്രൊട്ടക്ഷൻ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. അതാണ് ശരിയാണ്. കാര്യം നമുക്ക് ഏറ്റവും
ഗുഡ് പ്രൊഡക്ട്സ് നമുക്ക് എന്ത് കിട്ടും? ഗുഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഫെയർ പ്രൈസിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഫെയർ പ്രൈസിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ സി എന്ന് പറയുന്ന ഓപ്ഷൻ റൈറ്റ് ആണ്. ഇനി ഫ്രീ ട്രേഡ് ലീഡ്സ് ടു അൺഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. ശരിക്കും അൺഫെയർ ഡിസ്ട്രിബ്യൂട്ട് ആണ് വരിക? അല്ല, ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആണ് വരിക. പ്രോപ്പർ ആയിട്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന സമയത്ത് വെൽത്ത് എന്താണ് പ്രോപ്പർ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുക, ഫെയർ ആയിട്ടാണ്. സോ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ആൻസർ ആയിട്ട് വരത്തില്ല. അപ്പൊ നമ്മുടെ എ ബി സി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, എ ബി സി എന്ന് പറയുന്ന ഓപ്ഷൻ 1 തന്നെയാണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഫ്രീ ട്രേഡ് എന്ന് പറയുന്നതാണ് രാജ്യങ്ങൾ തമ്മിൽ ഒരു ബാരിയേഴ്സ് ഇല്ലാതെ, ട്രേഡ് ബാരിയേഴ്സ് ഒന്നും ഇല്ലാതെ പ്രോപ്പർ ആയിട്ട് നടക്കുന്നതിനാണ് എന്ത് പറയുന്നത് നമ്മൾ ഫ്രീ ട്രേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? അറേഞ്ച് ദ സ്റ്റെപ്സ് ഇൻ സ്ട്രാറ്റജിക് പ്ലാനിങ് ഇൻ പ്രോപ്പർ സീക്വൻസ്. സ്ട്രാറ്റജിക് പ്ലാനിങ് ഒരു പ്രോപ്പർ സീക്വൻസ് ആയിട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. എപ്പോഴും പ്ലാനിങ് നടത്തുന്ന സമയത്ത് നമ്മൾ എന്ത് വേണം? പ്ലാനിങ് നടത്തുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഡെഫിനിഷൻ അല്ലെ, നമ്മളുടെ എന്താണ് ഒബ്ജക്റ്റീവ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. അതാണ് നമ്മളുടെ ഫസ്റ്റ് റോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്തായിരിക്കും? നമുക്ക് ഓൾറെഡി ഉള്ള സ്ട്രാറ്റജിക്സ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യണം, അനലൈസ് ചെയ്യണം. അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അനലൈസിങ് എക്സിസ്റ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഇനി എന്തായിരിക്കും അടുത്ത ഓപ്ഷൻ എന്താ പറയുക? അടുത്ത പ്രോസസ് എന്ന് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും ഈ എക്സിസ്റ്റിംഗ് സ്ട്രാറ്റജീസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഫൈനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് ഡിഫൈൻ സ്ട്രാറ്റജിക് ഇഷ്യൂസ് എന്ന് പറയുന്നത് അല്ലെ, ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് എന്താ പറയാൻ പറ്റുക? ഡിഫൈനിങ് ന്യൂ ഓർ റിവൈസൽ സ്ട്രാറ്റജീസ് ആൻഡ് ഡിറ്റർമിൻ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഓൾറെഡി അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയതായിട്ട് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഉള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ ഒന്ന് റീഡിസൈൻ ചെയ്യുന്നു. അപ്പൊ അത് നാലാമത്തെ ഓപ്ഷൻ ആയിട്ട് വരും. ഈ പ്രിപ്പയർ ആൻഡ് ഇംപ്ലിമെന്റ് പ്ലാൻസ് ആണ് എല്ലാ പ്ലാനിങ്ങിന്റെ അവസാനമായിട്ട് ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യും, ഗോൾ സെറ്റ് ചെയ്യും, ലാസ്റ്റ് വൺ നമ്മൾ അത് എന്ത് ചെയ്യും? പ്രിപ്പയർ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്രോസസ് ആണ് വരുന്നത്. സോ നമ്മളുടെ ഓപ്ഷൻ വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഓപ്ഷൻ വരുന്നത് എ, സി, ബി, ഡി, ഇ ആണ്. എ, സി, ബി, ഡി, ഇ ആണ് നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, എ, സി, ബി, ഡി എന്ന് പറയുന്ന ഓപ്ഷൻ 1 ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യാം? ഓപ്ഷൻ 1 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് കണ്ടെത്താനായിട്ട് പറ്റും. ഓപ്ഷൻ 1 ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ 1 ആണ്. ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ഓപ്ഷൻ 1 ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുകയാണ്. ഇതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അറേഞ്ച് ദ മാർക്കറ്റിംഗ് ലോജിസ്റ്റിക്സ് ഡിസിഷൻസ് ഇൻ പ്രോപ്പർ സീക്വൻസ് ബിഗിനിങ് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോജിസ്റ്റിക്സ് ഡിസിഷൻസിന്റെ പ്രോപ്പർ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ലോജിസ്റ്റിക്സ് ഡിസിഷൻ ആണ് പറയുന്നത്. സോ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഓർഡർ എങ്ങനെയായിരിക്കണം വേണ്ടത്? ഫസ്റ്റ് വേണ്ടത് ഓർഡർ പ്രോസസ്സിംഗ് ആണ്. ഓർഡർ പ്രോസസ്സിംഗ് ആണ് ഫസ്റ്റ് വൺ വരുന്നത്. അപ്പോൾ എന്താണ് ഈ ഓർഡർ പ്രോസസ്സിംഗ് വരുന്നത്? ഹൗ ഷുഡ് ബി ഹാൻഡിൽ ഓർഡേഴ്സ് അല്ലെ? എങ്ങനെയാണ് നമ്മൾ ഹൗ ഷുഡ് ബി ഹാൻഡിൽ ഓർഡേഴ്സ്, ഇതാണ് വരുന്നത് ഇവിടെ ഓർഡർ പ്രോസസ്സിംഗ് വരുന്നത്. ഇനി രണ്ടാമതായിട്ട് എന്തായിരിക്കും? രണ്ടാമതായിട്ട് വെയർ ഹൗസിംഗ് ആണ് വരുന്നത്. സോ വെയർ ഹൗസിംഗിൽ എന്താ വരുന്നത്? വെയർ ഷുഡ് ബി ലൊക്കേറ്റ് അവർ സ്റ്റോക്ക് ആൻഡ് വെയർ ഷുഡ് ബി ലൊക്കേറ്റ് അവർ സ്റ്റോക്ക്, അതാണ് ഇവിടെ വരുന്നത്. നമുക്കറിയാം വെയർ ഹൗസിംഗിൽ വരുന്നത്. ഇനി മൂന്നാമതായിട്ട് വരുന്നത് ഇൻവെന്ററി ആണ് അല്ലെ? ഇൻവെന്ററിയിൽ എന്താ വരിക? ഇൻവെന്ററി വരുന്നത് ഹൗ മച്ച് സ്റ്റോക്ക് ഷുഡ് ബി ഹോൾഡ്, എത്ര സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഹോൾഡ് ചെയ്യണം. ഹൗ മച്ച് സ്റ്റോക്ക് ഷുഡ് ബി ഹോൾഡ്, അതാണ് വരുന്നത് നമ്മുടെ ഇൻവെന്ററി വരുന്നത്. ലാസ്റ്റ് വൺ എന്തായിരിക്കും? അപ്പോൾ മൂന്നാമതായിട്ട് ഇൻവെന്ററി ആണെന്ന് പറഞ്ഞു. നാലാമതായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ട്രാൻസ്പോർട്ടേഷനിൽ വരുന്ന കാര്യം എന്തായിരിക്കും? ഹൗ ഷുഡ് ബി ഷിപ്പ് ഗുഡ്സ്, ഷിപ്പ് ഗുഡ്സ്, ഇതാണ് ഇവിടെ വരുന്നത് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ വരുന്നത്. സോ നമ്മുടെ ഓപ്ഷൻസ് എങ്ങനെയായിരിക്കും? സി, എ, ബി, ഡി ആയിരിക്കും അല്ലെ? സി, എ, ബി, ഡി ആണ്. ഓപ്ഷൻ 1 ആണ് എന്ത് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ 1 ആണ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, സി, എ, ബി, ഡി ഓപ്ഷൻ 1 ആണ് നമ്മളുടെ എന്തായിട്ട് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. ഇതിൽ ഡൗട്ട്സ് ഒന്നും ഇല്ലാതെ വിചാരിക്കുകയാണ്. സി, എ, ബി, ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്തായിരിക്കും? ഫസ്റ്റ് വൺ ഓർഡർ പ്രോസസ്സിംഗ്, സെക്കൻഡ് വൺ വെയർ ഹൗസിംഗ് ആൻഡ് തേർഡ് വൺ എന്തായിരിക്കും? ഇൻവെന്ററി, ലാസ്റ്റ് വൺ ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആണ്. അവിടെ
അനാലിസിസ് കുറച്ച് റിസ്ക് അനാലിസിസിന്റെ കുറച്ച് മെത്തേഡ്സ് തന്നിട്ടുണ്ട്. സെൻസിറ്റിവിറ്റി, സിനാരിയോ, സിമുലേഷൻ ആൻഡ് ഡിസിഷൻ ട്രീ അനാലിസിസ് തന്നിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം അല്ലെ. സെൻസിറ്റിവിറ്റി അനാലിസിസിൽ എന്താ വരിക? സെൻസിറ്റിവിറ്റി അനാലിസിസും സിനാരിയോ അനാലിസിസും ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത്. സോ സോ നമുക്ക് നോക്കാം എന്താണ് സെൻസിറ്റിവിറ്റി അനാലിസിസ്, സിനാരിയോ അനാലിസിസ്. സെൻസിറ്റിവിറ്റിയിൽ എങ്ങനെയാ വരിക? ഒരു 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 വേരിയബിളിൽ അല്ലെ, വൺ വേരിയബിൾ അറ്റ് എ ടൈം ആണ് എന്ത് ചെയ്യുന്നത്? സെൻസിറ്റിവിറ്റി അനാലിസിസ് വരുന്നത്. സോ സെൻസിറ്റിവിറ്റി അനാലിസിസിന്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. അനലൈസിങ് ദ പ്രൊജക്ട്സ് NPV, നെറ്റ് പ്രസന്റ് വാല്യൂ ഓർ IRR ഫോർ എ ഗീവൻ ചേഞ്ച് ഇൻ ദ വേരിയബിൾ അറ്റ് എ ടൈം. ഒറ്റ വേരിയബിൾ, വൺ വേരിയബിൾ അറ്റ് എ ടൈം ആണ് എന്ത് വരുന്നത്? നമ്മളുടെ സെൻസിറ്റിവിറ്റി അനാലിസിസ് വരുന്നത്. ഇനി സിനാരിയോ അനാലിസിസ് വരുന്ന സമയത്ത് നമുക്കറിയാം അത് എന്തായി മാറും? കോമ്പിനേഷൻ ഓഫ് വേരിയബിൾസ് ആയിട്ട് മാറും, കോമ്പിനേഷനിലേക്ക് പോകും. ഇനി സിമുലേഷൻ അനാലിസിസ് നിങ്ങൾക്ക് അറിയാം, എപ്പോഴും സിമുലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ടെക്നിക്കാണ് സിമുലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ എന്താണ്? എ കമ്പ്യൂട്ടർ ജനറേറ്റ്സ് എ വെരി ലാർജ് നമ്പർ ഓഫ് സിനാരിയോസ് സ്റ്റാൻഡിങ് ടു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേരിയബിൾ. ലാസ്റ്റ് വൺ ഡിസിഷൻ ട്രീ അനാലിസിസ് എന്താണ്? പ്രൊവൈഡ്സ് എ വേ ടു പ്രസന്റ് ഡിഫറെന്റ് പോസിബിലിറ്റീസ് സോ ദാറ്റ് we can sure that decision we make today take proper account of what we can do in future. പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസിഷൻസ് എടുക്കേണ്ടത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡിസിഷൻ ട്രീ അനാലിസിസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്, നമുക്ക് യൂസ്ഫുൾ ആവുന്നുള്ള കാര്യം എന്ത് ചെയ്യാം? മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ത് പറയുന്നത്? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് ഏതാണ്? A3 ആണ് അല്ലെ. A3 ആണ്. അതുപോലെ തന്നെ A3 ആണ്. നമുക്കൊന്ന് എഴുതി പോവാം. സോറി, നമ്മുടെ ക്വസ്റ്റ്യൻ ചെറുതായിട്ടൊന്ന് ഫയല് മാറിയിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പൊ സെറ്റ് ആക്കാം. ഓക്കെ, സെറ്റ് ആയിട്ടെന്ന് വിചാരിക്കുകയാണ്. നോക്കിയേ, നമ്മളുടെ A എന്ന് പറയുന്നത് ഏതാണ്? A3 ആണല്ലേ. A3 ആണ്. B എന്ന് പറയുന്നത് ഏതാണ്? B എന്ന് പറയുന്നത് 4 ആണ്. ഇനി C എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ തന്നെ D എന്ന് പറയുന്നത് 2 ആണ്. D എന്ന് പറയുന്നത് 2 ആണ് അല്ലെ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതില് ആൻസർ ആയിട്ട് വരുന്നപ്പോ ഏതാണ്? ആൻസർ ആയിട്ട് വരുന്നത് A3 B4 C1 D2. C1 D2 A3 B4 C1 D2 ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്പ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് പ്ലാനിങ് ആസ് പ്രൊവൈഡ് ബൈ വേരിച്ച് ആൻഡ് പൂൾ ഇൻ പ്രോപ്പർ സീക്വൻസ് ഫ്രം ഏർലിയർ ടു ലേറ്റസ്റ്റ്. എങ്ങനെയാണ് നമ്മളുടെ പ്ലാനിങ്ങിന്റെ പ്രോസസ്സ് വരുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പ്ലാനിങ്ങിന്റെ പ്രോസസ്സ്. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? എന്ത് ചെയ്താലും ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നമ്മളുടെ ഒരു എന്താണ് നമ്മളുടെ ഓപ്പർച്യൂണിറ്റി എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സോ ഫസ്റ്റ് വൺ ബിവെയർ ഓഫ് ദ ഓപ്പർച്യൂണിറ്റി എന്നുള്ള കാര്യം അറിയാം. ഫസ്റ്റ് സെക്കൻഡ് വൺ എന്തായിരിക്കും? ഒബ്ജക്റ്റീവ്സ് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്. സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ് രണ്ടാമത്തെ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ മൂന്നാമതായിട്ട് നമ്മൾ ഓപ്ഷൻ വരുന്നത് പ്ലാനിങ് പ്രിമൈസസ് സെറ്റ് ചെയ്യാണ് അല്ലെ. പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു പർട്ടിക്കുലർ പ്ലാൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് പ്രോപ്പർ ആയിട്ട് റൺ ചെയ്യാൻ പറ്റുമോ? അതായത് അതിന്റെ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ്, അസംപ്ഷൻസ് ഒക്കെ ആണ് വരില്ല അല്ലെ. എൻവയോൺമെന്റ് ഫാക്ടേഴ്സ്, അതർ ഫാക്ടേഴ്സ് ഒക്കെ ആണ് എവിടെ വരുന്നത്? നമ്മളുടെ പ്ലാനിങ് പ്രിമൈസസിൽ വരുന്നത്. സോ സോ നമുക്ക് എന്ത് ചെയ്യാം? അതാണ് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, കൺസിഡറിങ് പ്ലാനിങ് പ്രിമൈസസ്. ആൻഡ് നമുക്കറിയാം ഐഡന്റിഫൈയിങ് ഓൾട്ടർനേറ്റീവ്സ് ആണ് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്. നാലാമത്തെ ഓപ്ഷൻ ഐഡന്റിഫൈയിങ് ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് ലാസ്റ്റ് വൺ ചൂസിങ് ആൻ ഓൾട്ടർനേറ്റീവ്. ഇതാണ് നമ്മളുടെ പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഇതിൽ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുകയാണ്. ഇതിൽ ഡൗട്ട്സ് ഒന്നും വരേണ്ട കാര്യമില്ല. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് എങ്ങനെ ചെയ്യാം? നമ്മൾ ആൻസർ വരുന്നത് ബി ഡി അല്ല, സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് ബി എ ഡി സി ആണ്. ഓപ്ഷൻ 2 തന്നെയാണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. BADC എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം അല്ലെ. ഗ്രീൻ മാർക്കറ്റിംഗ് ഡസ് നോട്ട് ഇൻക്ലൂഡ് മൊബൈൽ റീറ്റെയിലിംഗ്, ഒമ്നി ചാനൽ റീറ്റെയിലിംഗ്, ഇൻക്രീസിംഗ് റോൾ ഓഫ് ടെക്നോളജി, റീറ്റെയിൽ കൺസോളിഡേഷൻ. ഈ 4 ഓപ്ഷൻസ് ആണ് വരുന്നത്. സോ നമുക്കറിയാം ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് യു മീൻ ബൈ ഗ്രീൻ മാർക്കറ്റിംഗ്? ഗ്രീൻ മാർക്കറ്റിംഗ് നമുക്കറിയാം നമ്മളുടെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യുന്നതിനാണെന്ന് പറയുന്നത് ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ മൊബൈൽ റീറ്റെയിലിംഗ് എന്താ വരുന്നത്? മൊബൈൽ റീറ്റെയിലിംഗ് നമുക്കറിയാം നമ്മളുടെ മൊബൈൽ ഡിവൈസസ് ടെക്നോളജീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മാർക്കറ്റിംഗ് ചെയ്യുന്നു. ഇനി ഒമ്നി ചാനൽ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അതിൽ
വേരിയസ് ചാനൽസ് ആണ്. ഇന്റഗ്രേറ്റിംഗ് വേരിയസ് ചാനൽസ് ആണ് വരുന്നത്. ഇന്റഗ്രേറ്റിംഗ് വേരിയസ് ചാനൽസ് ആണ് ഒന്നിൽ ചാനൽ ഡീറ്റെയിൽ വരുന്നത്. അപ്പൊ ഏതൊക്കെയായിരിക്കും അതിൽ വരിക? നമുക്കറിയാം ഓഫ്ലൈനും ഓൺലൈനും, ഓഫ്ലൈൻ ഓൺലൈൻ, അതുപോലെ തന്നെ മൊബൈൽ വരുന്നുണ്ട്. മൊബൈൽ അവിടെ വരുന്നുണ്ട്, മൊബൈൽ ചാനൽ വരുന്നുണ്ട്. ഇനി ഇൻക്രീസിംഗ് റോൾ ഓഫ് ടെക്നോളജി എന്തായാലും ഗ്രീൻ മാർക്കറ്റിംഗിന്റെ ആണ് നമുക്കറിയാം. ഇനി അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്താണ്? റീറ്റെയിൽ കൺസോളിഡേഷൻ ആണ്. വാട്ട് ഇസ് മീൻ റീറ്റെയിൽ കൺസോളിഡേഷൻ? ഒരു വലിയ റീറ്റെയിലർ, ലാർജർ റീറ്റെയിലർ ഒരു സ്മോളർ റീറ്റെയിലർ അക്വയർ ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? റീറ്റെയിൽ കൺസോളിഡേഷൻ. ലാർജർ റീറ്റെയിലർ അക്വയർ സ്മോളർ റീറ്റെയിലർ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് വരുന്നത്. റീറ്റെയിൽ കൺസോളിഡേഷൻ വരുന്നത്. സോ അതെന്തല്ല, നമ്മളെ ഗ്രീൻ മാർക്കറ്റിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഘടകമല്ല. സോ അതാണ് റീറ്റെയിൽ കൺസോളിഡേഷൻ ആയിരിക്കും വരുന്നത്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തൊരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് വരുന്നത്. സോ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അറേഞ്ച് ദ സ്റ്റെപ്സ് ഓഫ് പെസ്റ്റ് അനാലിസിസ് ഇൻ പ്രോപ്പർ സീക്വൻസ്. എന്താണ് പെസ്റ്റ് അനാലിസിസ്? പൊളിറ്റിക്കൽ, എൻവയോൺമെന്റൽ, സോഷ്യൽ ആൻഡ് ടെക്നോളജിക്കൽ അനാലിസിസ് ആണ് പെസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ ഒരു പ്രോപ്പർ ഓർഡറിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ അറിയാം. 5 ഓപ്ഷൻസ് ഉണ്ട്. അണ്ടർസ്റ്റാൻഡ് കാറ്റഗറീസ്, റെലവെന്റ് ട്രെൻഡ്സ്, ഡിസ്റ്റിൽ ലൈവ്ലി ഇഷ്യൂസ് ഫ്രം ദ ഐഡന്റിഫൈഡ് ട്രെൻഡ്സ്, അണ്ടർസ്റ്റാൻഡ് ട്രെൻഡ്സ്, ഇന്റർഡിപെൻഡൻസീസ്, ഫോർകാസ്റ്റ് ഡയറക്ഷൻ ഓഫ് ഇഷ്യൂസ്, ഡിറൈവ് ഇംപ്ലിക്കേഷൻസ് ഫോർ ദ ഓർഗനൈസേഷൻ. ആയിരിക്കും എന്ത്? നമ്മുടെ ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അതിന് ഡൗട്ട് ഒന്നുമില്ല. ലാസ്റ്റ് ഓപ്ഷൻ ഡിറൈവ് ഇംപ്ലിക്കേഷൻ ആണ്. എന്ത് അനാലിസിന്റെ ലാസ്റ്റ് നമ്മൾ ഒരു ഇംപ്ലിക്കേഷനിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്ന പ്രോസസ് ഉണ്ട്. ഫസ്റ്റ് എന്തായിരിക്കും? ഫസ്റ്റ് നമ്മളുടെ ട്രെൻഡ്സ് നമുക്ക് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അണ്ടർസ്റ്റാൻഡ് കാറ്റഗറീസ്, റെലവെന്റ് ട്രെൻഡ്സ് അല്ലെ? ഫസ്റ്റ് ഓപ്ഷൻ എന്ത് വരുന്നത്? നമ്മുടെ എ ഓപ്ഷൻ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് വരുന്നത്. രണ്ടാമത് നോക്കിയേ. രണ്ടാമത് ഏതായിരിക്കും ഇതിൽ വരുന്നത്? ഏതായിരിക്കും ഫസ്റ്റ്? സെക്കൻഡ് വണ് അണ്ടർസ്റ്റാൻഡിങ് ട്രെൻഡ്സ്, ഇന്റർഡിപെൻഡൻസ് ആയിരിക്കും അല്ലെ? എങ്ങനെയൊക്കെയാണ് ഈ ട്രെൻഡ്സ് ബന്ധപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ ഓർഗനൈസേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് നമുക്ക് വരിക. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ. മൂന്നാമത്തെ ഓപ്ഷൻ നമുക്കറിയാം, നമ്മൾ ട്രെൻഡ്സ് മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രോപ്പർ ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെയൊക്കെ കൺസിഡർ ചെയ്ത് നമ്മൾ ട്രെൻഡ്സ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമ്മൾ വേർതിരിക്കാൻ പറ്റണം. നമ്മൾ ഓർഗനൈസേഷൻ നമുക്ക് വേർതിരിക്കാനായിട്ട് പറ്റണം. നമ്മളുടെ ഇഷ്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? വേർതിരിക്കാനായിട്ട് പറ്റണം. ദാറ്റ് ഈസ് ദ തേർഡ് സ്റ്റെപ്പ്. ഡിസ്റ്റിൽ ലൈവ്ലി ഇഷ്യൂസ് ഫ്രം ദ ഐഡന്റിഫൈഡ് ട്രെൻഡ്സ്. ദാറ്റ് ഈസ് ദ തേർഡ് സ്റ്റെപ്പ്. ആൻഡ് ഫോർത്ത് നമുക്കറിയാം ഫോർകാസ്റ്റ് ഡയറക്ഷൻ ഓഫ് ഇഷ്യൂസ്. ഫോർത്ത് ലാസ്റ്റ് വൺ, നമ്മൾ ആ ഇഷ്യൂസ് ഒക്കെ പ്രോപ്പറായിട്ട് ഫോർകാസ്റ്റ് ചെയ്ത് അതിനെ ഒരു സൊല്യൂഷനിലേക്ക് ട്രൈ ചെയ്തു. ലാസ്റ്റ് വൺ ഡിറൈവ് ഇംപ്ലിക്കേഷൻ ഫോർ ദ ഓർഗനൈസേഷൻ. നമുക്കത് എങ്ങനെയാണ് നമ്മുടെ ഓർഗനൈസേഷൻ അത് പ്രോപ്പറായിട്ട് ആപ്ലിക്കബിൾ ആക്കുക, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ യൂസ്ഫുൾ ആയ രീതിയിൽ നമുക്ക് ഗുഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്ഷൻ ആണ് ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഡിറൈവ് ഇംപ്ലിക്കേഷൻ ഫോർ ദ ഓർഗനൈസേഷൻ ആയിട്ട് വരുന്നത്. ദിസ് ഈസ് ദ സീക്വൻസ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എ സി ബി ഡി ഇ അല്ലെ? എ സി ബി ഡി ഇ ആണ് നമ്മളുടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. നോക്കാം ഏത് ഓപ്ഷനാണ് വരുന്നത്. എ സി ബി ഡി ഇ, അതായത് ഓപ്ഷൻ 1 തന്നെയാണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. സംശയമൊന്നുമില്ല വിചാരിക്കുകയാണ്. അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകാനോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓഫ് ലീഡർ ഓർ ഓണ്ടർപ്രണർ നെക്സ്റ്റ് കമ്പനീസ് ഓർ ഓർഗനൈസേഷൻ ആണ് പറയുന്നത്. സോ നമുക്ക് ഇതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കിയാൽ മനസ്സിലാവും. ഓപ്ഷൻ പല ഓപ്ഷൻ ആയിട്ട് വരുന്നുണ്ട്. എ ഈസ് 1, ബി ഈസ് 2, ഡി ഈസ് 4, അങ്ങനെ പറയുന്ന ഒരുപാട് ഓപ്ഷനിലേക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഫിലിപ്പ് നൈറ്റിന്റെ ഏതാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്? നൈക്കാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ? നൈക്കാണ്. സോ അത് നോക്കിയേ. എ ഈസ് 2 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് പിന്നെ ഇത് വെച്ച് നോക്കിയാൽ മതി അല്ലെ? ബി ഈസ് 1, സി ഈസ് 4. ബി ഈസ് 1, സി ഈസ് 4 ആൻഡ് ലാസ്റ്റ് വൺ ഡി ഈസ് 3. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ നോക്കിയേ, നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. എ ഈസ് നൈക്കാണ്, ഫിലിപ്പ് നൈറ്റ്. നീരു മെഹ്ത്ത എന്ന് പറയുന്നത് അവയ ഗ്ലോബൽ കണക്ട് ആണ്. ജ്യോതി ജീവൻ നായിക്ക് ശ്രീ മഹിള ഗ്രഹ ഉദ്योग ഡിജിറ്റ് ആണ്. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ മൽവീന്ദർ സിംഗ് വരുന്നത് ട്രാൻസ്ബാക്സി ലാബ്സ് ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? ഇതാണ്. നമുക്ക് ഏതെങ്കിലും ഒന്നും അറിയുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പറായിട്ട് ആൻസർ ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ആൻസർ കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ അറിയും. ഒരു ചെറിയ നോളജ് ഒന്നും നമുക്ക് എന്തല്ല വെറുതെ ആയി പോയില്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണ് പെട്ടെന്ന് ആൻസർ നമ്മൾ നെറ്റ് എക്സാമിന് കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ എല്ലാം ഒന്നും നമുക്ക് 100% സിലബസ് ഒന്നും ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നെറ്റ് എക്സാമിന് കവർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അത്രയും അധികമാണ് എന്ത് സിലബസിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. സോ
നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ എന്നിട്ട് എന്ത് ചെയ്യുക, കറക്ഷൻസ് വെച്ചിട്ട് നമുക്ക് ആൻസർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രമിക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാറ്റ് ഈസ് ദ 42 ക്വസ്റ്റ്യൻ അല്ലേ, 42ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ പ്രൊസീജിയർ ത്രൂ വിച്ച് വൺ ഡിറ്റർമിൻ ദ ഡ്യൂട്ടീസ് ഓഫ് കമ്പനീസ് പൊസിഷൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പീപ്പിൾ ടു ഹയർ ഫോർ കമ്പനി ഈസ് കോൾഡ്. The procedure through which one determines the duties of companies, positions and characteristics of people hire for company is called എന്താണ്, ജോബ് അനാലിസിസ് ആണ്. ജോബ് അനാലിസിസ് ആണ് നമ്മൾ ആൻസർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ജോബ് സ്പെസിഫിക്കേഷൻ, ജോബ് ഡിസ്ക്രിപ്ഷൻ, ഇവാലുവേഷൻ എന്നൊക്കെ പറയുന്നത്? ജോബ് സ്പെസിഫിക്കേഷൻ നമ്മൾ എന്താണ് പറയുന്നത്, ഒരു പെർട്ടിക്കുലർ ജോബിനെ, ആ ജോബിന്റെ എന്തൊക്കെയാണ് റോള് സ്പെസിഫൈ ചെയ്യാണ്. ടൈറ്റിൽ ഓഫ് ദ ജോബ്, അതുപോലെ തന്നെ അവരുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, ഇതൊക്കെ സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്തായിരിക്കും ജോബ് ഇവാലുവേഷൻ? നമുക്കറിയാം, നമ്മൾ പ്രോപ്പർ ആയിട്ട് ജോബ് ഇവാലുവേഷൻ അല്ലെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ജോബ് ഇവാലുവേഷൻ. ഡിറ്റർമിൻ ദ റിലേറ്റീവ് വർത്ത് ഓഫ് ജോബ്, റിലേറ്റീവ് വർത്ത് ഓഫ് ജോബ്, ഇവാലുവേറ്റ് ദ റിലേറ്റീവ് വർത്ത് ഓഫ് ജോബ്. ഇതാണ് എന്ത് പറയുന്നത് വരുന്നത് ജോബ് ഇവാലുവേഷനിൽ വരുന്നത്. ലാസ്റ്റ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ നമുക്കറിയാം എന്താ, ആ പെർട്ടിക്കുലർ ജോബിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കറിയാം. ക്വാളിഫിക്കേഷൻ ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്. ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ടൈറ്റില്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വരുന്നത്. ജോബ് സ്പെസിഫിക്കേഷനിൽ എന്താ വരിക, ആ ഒരു പെർട്ടിക്കുലർ ജോബിന് വേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള ക്വാളിറ്റീസ്, അതായത് ക്വാളിഫിക്കേഷൻ അല്ലെ, ക്വാളിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ എന്താ വരുന്നത്, സ്കിൽസ് വരും. നെക്സ്റ്റ് സ്കിൽസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ വരുന്നത്, നോളജ്, കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിലേക്ക് വരുന്നത്, ജോബ് സ്പെസിഫിക്കേഷനിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്, ജോബ് അനാലിസിസ് ആവുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക.